ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർ.കെ. വിൻസൻ സെൽവ എന്നല്ല ചങ്ങാതിയുടെ പേര് സംവിധാനം ചെയ്ത കുമ്മാട്ടിക്കളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട കുമ്മാട്ടിക്കളി. തൃശ്ശൂര് ഓണത്തിന്റെ സമയത്ത് എന്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കുമ്മാട്ടിക്കളി. ഈ കുമ്മാട്ടിക്കളി റിലേറ്റഡ് ആയിട്ട് ഒരു കുമ്മാട്ടി കളിക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പടത്തില്. കുമ്മാട്ടിക്കളോട് ഇഷ്ടം ചെറുതായിട്ടാണ് പോയി. അപ്പോ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം ഡെന്നീസ് എന്നാണ് ക്യാരക്ടർ. പകരത്തിന് കുറെ പുതുമുഖങ്ങളുണ്ട്. ജി മിഥുൻ പ്രകാശ്, ലൂക്ക, കച്ചിമാൽ, ഭൈരവൻ, ധൻജയ്, പ്രാംജിത്ത്, അമീർ ഇവരൊക്കെ അധികം പടത്തിൽ കണ്ടിട്ടില്ല. ലെന നമ്മുടെ ലെനീച്ച്, പിന്നെ മൈം ഗോപി, മാർക്ക് ആന്റണി നമ്മുടെ വില്ലൻ, യമി സോന, ജോമോൾ എന്നുള്ള ക്യാരക്ടർ, ദേവിക സതീഷ്, അസീസ് നെടുമങ്ങാട് ചെങ്ങാതി നല്ല രീതിയിൽ അടിപൊളിയാ കണ്ണൂർ സ്കോഡൊക്കെ വന്നിട്ട് അങ്ങനത്തെ ക്യാരക്ടറൊക്കെ പിടിച്ച് വന്ന് അടിപൊളിയായിട്ട് പോയിക്കൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഗുമസ്തലിലും ഇതിലൊക്കെ ഒരു കോമഡി പീസായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. വേല കളയാൻ വേണ്ടി ആള് വേറെ ലെവലിൽ അഭിനയം കഴിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പടത്തിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ പടം കാണുന്നത് മോർണിംഗ് ഷോ ഷോവേഴ്സിറ്റി എന്നാണ്. ഞാൻ കയറിയിരുന്നു ഒറ്റയ്ക്ക്. പടം തുടങ്ങാൻ 5 മിനിറ്റ് ഇനോട്സിന്റെ ഒരു സ്റ്റാഫ് കയറി വന്നിരുന്നു. ഇനി 2 പേര്. പടം പേരെഴുതി കാണിക്കും, ഒരാളും കൂടി വന്നു. 3 പേര്. നിങ്ങൾ പടം പേരെഴുതി പടം തുടങ്ങി, ഒരാളും കൂടി വന്നു. നിങ്ങൾ 4 പേരായിട്ടാണ് ഇനോസ് ഷോവേഴ്സിറ്റിയിൽ മോർണിംഗ് ഷോ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവം. 4 പേരായിട്ട് ഫസ്റ്റ് പടമാണത്. അപ്പോൾ വളരെ പ്രതീക്ഷയിലായിട്ട് ഈ പടത്തിന് കയറി. കാരണം എനിക്ക് ട്രെയിലർ അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടു. ട്രെയിലർ ഞാൻ എൻ്റെ റിയാക്ഷനൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പടത്തിലൊന്നുമില്ല. നമ്മുടെ ദുൽഖറിനെ ഇഷ്ടപ്പെടുത്താൻ ശ്രീനാഥ് രാജേന്ദ്രൻ വന്ന പോലെയോ, പ്രണവ് മോഹൻലാലിനെ ഇഷ്ടപ്പെടുത്താൻ ആദിയില് ജിത്തു ജോസ് വന്ന പോലെയോ, ഇനി വേണ്ട മുത്തുകവൽ നമ്മുടെ ഗോകുൽ സുരേഷിനെ ഇഷ്ടപ്പെടുത്താൻ വിവിൻ ദാസ് വന്നു. പടം ഒരു ആവറേജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാധവ് സുരേഷിനെ ഇഷ്ടപ്പെടുത്താൻ വന്നത് നമ്മുടെ സെൽവച്ചേട്ടൻ, ആർ.കെ. വിൻസൻ സെൽവച്ചേട്ടൻ ചതിച്ച് ഷിറ്റ്. അപരാധം, കാട്ടപരാധം. പിന്നെ ഇവൻ കയ്യെത്തും ദൂരത്തിലെ ഫഹദ് വാസിലാണ് അഭിനയം പഠിക്കാനുണ്ട്. എല്ലാ മേഖലയിലും ലോക പരാജയം. ഗോകുൽ സുരേഷിന്റെ റേഞ്ച്. പക്ഷെ ട്രെയിലറിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു വേറെ ലെവലാണ്. പക്ഷെ ട്രെയിലർ കൊണ്ട് നമ്മളൊരു പടം പ്രതീക്ഷിച്ച് പോകരുത്. മനസ്സിലായി കുറെ അനുഭവം ഉണ്ട്. എന്നാലും മനുഷ്യൻ നേരത്തെ പോയിട്ട് ചെക്കന് ഫൈറ്റ് സീൻ കുറച്ച് വഴങ്ങുന്നുണ്ട്. ബോഡി വളരെ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ സീരിയസ് സീനൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ മുഖത്തെ എക്സ്പീരിയൻസ് കുറവാണ്. ആദ്യത്തെ പടമാണ് കേട്ടോ, അതൊക്കെ ഉണ്ട്. പക്ഷെ വരാനുണ്ട്. ഞാൻ ഇന്റർവ്യൂ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ പക്വതി ഡീൽ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് വേറെ ലെവലാവുന്നതാണ്. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ. പക്ഷെ ഫഹദ് വാസിലാണ് കയ്യെത്തും ദൂരത്തിലെ തിരിച്ചു വരും. പണിയെടുത്ത് ആളെ ഡെവലപ്പ് ചെയ്യാണ്ട്. ഉള്ളിൽ സാധനം കെടുക്കുന്നുണ്ട് അച്ഛൻ്റെ മകൻ. പക്ഷെ ഗോകുൽ സുരേഷിന്റെ ലെവലൊന്നും ഇല്ല, ഉറപ്പ്. മെല്ലെ കയറി വരാം, ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ പടമാണ്. ആദ്യത്തെ പടത്തിൽ ആൾ അഭിനയിച്ചിട്ടില്ല, 100% എഴുതിത്തരാം. ഇതിൽ അഭിനയിച്ച ആളുകൾ ആരും എന്താ പറയുക, ശരിക്കും ഒരു ഭയങ്കര കോമഡി പീസ് പോലെ ചെയ്തിരുന്നു. ലെന വരെ ഇവരൊപ്പം നിൽക്കണോണ്ട് അവർക്ക് ആൾക്കാരുടെ അഭിനയത്തിന്റെ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത് വില്ലന്റെ കേസ് പറഞ്ഞു. ഗോപിച്ചേട്ടൻ, മൈം ഗോപിച്ചേട്ടൻ, മാർക്കാൻ എന്റെ മോനെ. കടപ്പുറത്താണ് സംഭവം. കുട്ടിക്കാലം കാണിക്കുന്നു. ഇവര് അനാഥരൊക്കെയാണ്. അങ്ങനെ ഒരു കുമ്മാട്ടിക്കളി ദിവസം ലെനയ്ക്ക് കിട്ടുകയാണ് ഇവര്. അങ്ങനെ അവര് എടുത്ത് വളർത്തുകയാണ്. ഇവരുടെ പ്രണയം കാര്യങ്ങൾ ഒരു വിഷയം ഉണ്ടാവും. എന്നാലും വിഷയം ഉണ്ടാവില്ല, കഥ മുന്നോട്ട് പോകുള്ളൂ. അവിടുത്തെ ഡോണാണ്, കടപ്പുറം ഭരിക്കുന്ന ഡോൺ. ലെനിയായിട്ടൊരു വിഷയം ഉണ്ടാവും. അങ്ങനെ തുടർന്ന് പ്രതികാരം സംഭവം കേട്ട് പോകുന്ന ഒരു ഉണ്ടാക്കിയ കഥ. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് പടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു പടം പോലെ എനിക്ക് തോന്നി. അപരാധം. ഒരു മേഖലയിലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്കാ ക്ലീഷ. എന്നാലും ചിത്തിനെ കണ്ട് പേടിക്കുകയും ചെയ്തു. അതുപോലില്ല. എനിക്ക് ഒരു നല്ല ഭാഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ പടങ്ങളിൽ കണ്ട ഭാഗങ്ങൾ തന്നെ ഇമോഷൻസ്, സെന്റ് ഒക്കെ. സെന്റ് ഒന്ന് മറക്കുള്ളൂ. പിന്നെ ലെനേനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആള് സഖാവുണ്ട്, വിപ്ലവകാരി ആവുണ്ട്, ടെററിസ്റ്റ് ആവുണ്ട്, കടപ്പുറത്തെ ചേച്ചി ആവുണ്ട്, ഒരമ്മയാവുണ്ട്. എന്തൊക്കെയോ എന്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതാവണമെന്നില്ല. എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. സുരേഷ് ഗോപിയുടെ മകന്റെ പടമാണ്. എനിക്ക് ഒരു ആവറേജ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പടം ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു മേഖലയിലും കണക്ട് ആയില്ല. ഒരു മേഖലയിലും എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് സീന്, 1-2 ഫൈറ്റ് സീനിൽ ഭാഗങ്ങളുണ്ട്. അത് ഇവരുടെ യൂത്തിന്റെ ഒരു എഫേർട്ട് കാരണം അവരാ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് മാധവ് സുരേഷ് അത് വഴങ്ങൂട്ട ആൾ. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ബാക്കിയൊക്കെ എനിക്ക് തോന്നിയത് ഇതാണ്.
എന്തായാലും മാധവ് സുരേഷ് പടം ചെയ്ത് വരാനായിരുന്നെങ്കിൽ നല്ല ഡയറക്ടറൊക്കെ ചെയ്യാമായിരുന്നു. പാതിയില് പ്രണവ് മോഹൻലാൽ വന്ന പോലെ, ദുൽഖർ വന്ന പോലെയൊക്കെ വരാമായിരുന്നു. കാളിദാസ് ജയറാം വരെ ഇപ്പോൾ വന്ന പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇവിടെ. പിന്നെ കുട്ടിക്കാലം മുതലാളി ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലാള് പഠിച്ചു വരും. ഇപ്പൊ ഫഹദ് ഫാസിലാണ് ആള്. ഏത് ഫഹദ് ഫാസിൽ? ഇപ്പോഴത്തെ ഫഹദ് ഫാസിലല്ലേ. ഇപ്പോഴത്തെ ഫഹദ് ഫാസിൽ നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനമാണ്, ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണ്, ലോക സിനിമയുടെ അഭിമാനമായി മാറും. 2 പടങ്ങളും വരാനുണ്ട്. അപ്പോൾ പഴയ ഫഹദ് ഫാസിൽ കഴിയുന്ന വരത്തില്ല. ആളൊന്ന് സെറ്റ് ചെയ്ത് വരുന്ന ഒന്നെങ്കിൽ സെറ്റാവും. പക്ഷെ ഞാൻ വിചാരിച്ചു വേറെ ലെവലാവുന്ന ട്രെയിലർ കണ്ടപ്പോൾ. പക്ഷെ ആദ്യത്തെ പടമാണെങ്കിൽ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല സ്ക്രിപ്റ്റും നല്ല കഥയും കൂടി ഉണ്ടെങ്കിൽ ഇവർക്ക് ഒന്നുകൂടി പെർഫോം ചെയ്യാൻ ഏരിയ ഉണ്ട്. അതും പോയി നശിപ്പിച്ചു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മോർണിംഗ് ഷോ മലയാള സിനിമ 3 പേരായിട്ട്, അതിന് പേരതി കാണിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പേരതി കാണിച്ച് കഴിഞ്ഞപ്പോൾ ചടങ്ങ് വന്നു. പിന്നെ ഒരു ചടങ്ങ് 3 പേരായിട്ട് പടം കണ്ട് അടിപൊളിച്ച് തിയേറ്ററിൽ ഇങ്ങനെ വിശാലമായിട്ടൊക്കെ ഇരുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരട്ടെ. ഇനി നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ പിടിച്ച് ചെയ്യുക. ആദ്യത്തെ പടം കുട്ടീനെ വെച്ചിട്ട് വിജയിച്ചവർ ആദ്യം അറ്റംപ്റ്റ് വിജയിച്ചിട്ടില്ല, തോറ്റിട്ടാണ് വിജയിച്ചത്. അതുകൊണ്ട് നീ തോറ്റുപോ, ഉറപ്പാ. പടം തോറ്റുപോയി. ഇപ്പോൾ വിജയിച്ച് തിരിച്ചു വരും. കഴിവുണ്ട്. ബൈ മുകേഷ്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളും തിരിച്ചു വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.